ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കൊതിയോടെ എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരും. എത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന് നമ്മുടെ ഇടയിൽ ഇടപെടുവാനായിട്ട് പറ്റും. നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന് നമ്മെ എടുത്തുപയോഗിക്കുവാനും ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിക്കുവാനും ആയിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം, നമ്മുടെ ദാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആളുകളുടെ കൂട്ടമല്ല, ഒരാളുണ്ടെങ്കിലും ആ ഒരാളെ തേടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആ ഒരാളോട് സംസാരിക്കും. ആ ഒരാളുമായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം, കർത്താവിൻ്റെ ഹൃദയം പങ്കുവെക്കും. അതുകൊണ്ട് കൊതിയോടെ നമുക്ക് ഈ രാത്രിയിൽ നമുക്കായിരിക്കാം. കൊതിയോടെ നമ്മളോട് ദൈവം സംസാരിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മന്ത്രിക്കാം, കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ, അങ്ങ് ഞങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും നിരാശകളെയും ഭയത്തെയും ഉത്കണ്ഠകളെയും ആകുലതകളെയുമെല്ലാം എടുത്തു മാറ്റണമേ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ വക കാര്യങ്ങളാണ്. ഉത്കണ്ഠ, ആകുലത, ദുഃഖം, വേദനകൾ, നിരാശകൾ, പ്രത്യാശയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് നമ്മെ നയിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നത് എപ്പോഴാണ്? ദൈവ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, എന്തെന്നില്ലാത്ത ഒരു പ്രത്യാശ, ഒരു സൗഖ്യമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ മൈതാനത്ത് വെച്ച് കർത്താവിൻ്റെ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മൈതാനം, ഒത്തിരി പേര് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ട് പ്രായം ചെന്ന വ്യക്തികൾ അവിടെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും നടക്കാൻ കഴിയത്തില്ല. രണ്ടുപേരും അവർക്ക് നടക്കാൻ കഴിയത്തില്ല. അവർ ഇരിക്കുന്ന എന്താ പറയുന്നത്, സ്ട്രെച്ചറിലാണ് കടന്നു വന്നത്. അപ്പോൾ അവരിങ്ങനെ ദാഹത്തോടെ സ്റ്റേജിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പ്രിയരെ, നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രായം ചെന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ, വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോയെ വേണമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോയെ വേണമെന്നുള്ള കൊതിയുണ്ടോ? ഈ നടക്കാൻ പറ്റാത്ത, തളർന്ന, രണ്ടുപേർ എടുത്താൽ പോലും നടക്കാൻ കഴിയാത്ത ഈ വ്യക്തി ഈശോയെ വേണമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അദ്ദേഹം നേരെ തന്നെ എഴുന്നേറ്റിട്ട് ഈശോയെ വേണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റു സ്റ്റേജിലേക്ക് ഒറ്റയ്ക്ക് നടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അയാളെ സൗഖ്യമാക്കാൻ കടന്നു ചെന്നില്ല. ആരും അയാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ല. അയാൾ ആ വചന ശുശ്രൂഷ നടത്തിയ ആൾ പറയുന്നു, ഈശോയെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായാൽ ആ വ്യക്തിയെ ആരും വന്ന് സൗഖ്യമാക്കേണ്ട, യേശു തന്നെ, യേശുവിനെ വേണമെന്നുള്ള ഒരാഗ്രഹമുള്ള ഒരു വ്യക്തിയെ യേശു എത്രമാത്രം ആ വ്യക്തിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവോ, എത്രമാത്രം ആ വ്യക്തിയുമായി ആയിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുവോ, അതാണ് ആ പ്രായം ചെന്ന വ്യക്തിയിൽ കാണാനായിട്ടിടയായത്. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു. പക്ഷേ ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈശോയെ വേണമോ എന്ന് ചോദിച്ചപ്പോൾ, ആർക്കാണ് ഈശോയെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രാസംഗികൻ്റെ അടുത്തേക്ക് ഈ പ്രായം ചെന്ന ആൾ എഴുന്നേറ്റ് ചെന്നെങ്കിൽ, പ്രിയരെ, അത് ഈശോയോടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കൊതിയാണ്. ഈശോയ്ക്ക് അയാളിൽ വസിക്കാനുള്ള ഒരു കൊതിയാണ്.
പ്രായമല്ല, പ്രായമോ ഒന്നും ഇവിടെ ഈശോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ആര് ഈശോയെ വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് ഈശോയെ വേണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈശോ തന്നെ കടന്നു വരുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കൊതിയുണ്ടായിരിക്കണം, ദാഹമുണ്ടായിരിക്കണം. വേറെ ഒന്നും നമ്മളെ ഈ ഒരു മണിക്കൂർ സമയം ഭരിക്കാൻ അനുവദിക്കരുത്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കതകടയ്ക്കാൻ പറഞ്ഞത്. എൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ കതകടയ്ക്കണം. കതകടച്ച് മതിയാകും. കതകടച്ച് ഞാനുമായി നിങ്ങൾ സംസാരിക്കണം. എന്നോട് നിങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവെക്കണം, എന്നോട് നിങ്ങളുടെ വേദനകൾ പങ്കുവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന് പങ്കുവെക്കേണ്ട സമയമാണ്. നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. നമ്മുടെ കുടുംബത്തിലായി മക്കളായിക്കോട്ടെ, മാതാപിതാക്കന്മാരെ ആയിക്കോട്ടെ, നമ്മുടെ ജോലി മേഖലയാളായിക്കോട്ടെ, എന്ത് തന്നെയായാലും, എന്താണോ നമ്മളെ ഭരിക്കുന്നത് ആ മേഖലകളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിൻ്റെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാരമെല്ലാം എന്നെ ഏൽപ്പിക്കുക, എന്നെ ഏൽപ്പിക്കുക നിങ്ങൾ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ വേദനകളെയും എല്ലാ ദുഃഖങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ ഭാരമേൽപ്പിക്കുകയാണ്. ഒന്നും ഞങ്ങളെ അലട്ടുവാൻ അനുവദിക്കാത്ത നിലയിൽ അങ്ങ് ഞങ്ങളെ ഈശോയുടെ തിരിച്ചോര കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും ദൂതസൈന്യത്തിൻ്റെയും സ്വർഗീയ ദൂതസൈന്യത്തിൻ്റെയും സാന്നിധ്യം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാനായിട്ടിടയാകും. ഈ ആലയത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ തിരിച്ചോര കൊണ്ട് ഇപ്പോൾ തന്നെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം സംരക്ഷിക്കണമേ. സങ്കീർത്തനം 91 വലിയ സംരക്ഷണ മുദ്ര ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം സ്തുതിച്ച് നമുക്കൊരു പാട്ട് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, എത്ര പേർക്ക് ഈശോനെ വേണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർ ഈശോ ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർ ദാഹത്തോടെ ഈശോയെ വിളിക്കും? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവിടെ ചലിക്കട്ടെ. ഈ ആലയത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വലിയ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ശാരീരികമായ ക്ലേശങ്ങളെല്ലാം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗപീഠകളെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യെശയ്യാ 53:5 വചനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. കർത്താവേ, സൗഖ്യത്തെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ സൗഖ്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി
താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ക്ഷണിച്ചു. നമുക്കിവിടെ ആയിരിക്കാനായിട്ട് പറ്റി. നമ്മുടെ ആത്മീയ ജീവിതം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം ഒത്തിരി പ്രശ്നം മുന്നോട്ട് പോകാനായിട്ട്. ഹല്ലേലൂയ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിച്ച് മുന്നേറി പോയി ഒരു അനുഗ്രഹം കർത്താവ് എപ്പോഴും തരും. നമ്മൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വിടുതലൊക്കെ കർത്താവ് തരും. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിലൂടെ നിറവേറാനായിട്ട് അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമുക്കെപ്പോഴും തടസ്സങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. തടസ്സങ്ങൾ സംഭവിക്കും. ഒത്തിരി നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താ ചെയ്യുക? കുറച്ചുകൂടി മടുത്ത് നമ്മൾ നിരാശപ്പെട്ട് പ്രാർത്ഥനയൊക്കെ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് പരിപാടി ഒന്ന് ചുരുക്കാനായിട്ട് മടുപ്പ് വരും നമുക്ക്. ഹല്ലേലൂയ. മടുപ്പ് വരും, തീർച്ചയായിട്ടും മടുപ്പ് വരും. അത് എല്ലാ ആത്മീയരുടെയും ജീവിതത്തിൽ ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ മടുപ്പ് അനുഭവപ്പെടും. നമ്മുടെ മരണം വരെ പോയാലും ഈ ഒരു മടുപ്പ് നമുക്കുണ്ടാവും. ഈ മടുപ്പിനെ കർത്താവ് പറയുന്നത് ഇതിനെ ഒന്ന് പൊട്ടിക്കണമെന്ന് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മറികടക്കണമെന്ന് ദൈവം നമ്മെ നോക്കി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ നോക്കി ആഗ്രഹിക്കുന്നു. ഇതിനെ ഒന്ന് മറികടക്കണം. ആര് മറികടക്കണം? നമ്മൾ മറികടക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. എന്തധ്വാനിക്കണം? കരിങ്കല്ല് ചുമക്കണ്ട. നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളെ നമുക്കൊന്ന് ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് ഈ പരിപാടിയൊക്കെ നിർത്തുന്നത്. ഹല്ലേലൂയ. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്തും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ $10,000 എൻ്റെ വണ്ടിയുടെ ട്രാൻസ്മിഷൻ അടിച്ചുപോയി. ഈ വർഷവും അടുത്ത കുഞ്ഞു വണ്ടിയുടെ ട്രാൻസ്മിഷനിലെ വേറൊരു സാധനം $9,400 എന്നോട് പറഞ്ഞു.
പരിപാടി മടുത്തു പോകും. കൈക്ക് ദൈവം സംഭവിച്ചു, ദൈവം ഭയങ്കരമായിട്ട് സംരക്ഷിച്ചു, നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ എത്രമാത്രം നമ്മളെ ഞെരുക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ഒരു പ്രാർത്ഥനയിൽ മുന്നേറാൻ ശ്രമിക്കുന്ന വ്യക്തിയെ ഞെരുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം കൊതിച്ചു പ്രാർത്ഥിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നുവോ അത്രമാത്രം ഞെരുക്കങ്ങൾ നമുക്ക് സംഭവിക്കും. നമുക്ക് വചനം എന്താണ് അതിന് പറയുന്നത്, വചനത്തിൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കാനായിട്ട് കഴിയുന്നതൊക്കെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. അതിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് ഇതിനെല്ലാം ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആദ്യം എസെക്കിയേലിന്റെ പുസ്തകം ഒന്ന് എടുക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം. എസെക്കിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പുരോഹിതനാണ്. ഹല്ലേലൂയ. ഒരു പുരോഹിതനാണ്, കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്ന ഒരു പുരോഹിതനാണ്. ഇദ്ദേഹം കേബാർ നദീതീരത്തിരിക്കുമ്പോൾ, നദീതീരം എന്ന് പറയുമ്പോൾ എത്ര നല്ല സ്ഥലമാണ്. ഹല്ലേലൂയ. നല്ല സ്ഥലമല്ലേ? നമ്മൾ റിലാക്സ് ചെയ്യാൻ പോകുന്നത്, നല്ല തണുപ്പുള്ളത്, സന്തോഷിക്കാൻ പറ്റുന്നത്, ഏകാന്തതയിൽ ഇരിക്കാൻ പറ്റുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, കുടുംബത്തോടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നത്, കൂട്ടുകാരോട് കൂടെ പോയി ആയിരിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പ്ലേസ് അല്ലേ? നല്ല പ്ലേസാണ്. സമ്മറിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളും പോവാറുണ്ട്, നല്ല മീൻ പിടിക്കാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകും. നല്ല. അപ്പോൾ ഈ പ്രവാചകൻ ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? കേബാർ നദീ തീരത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നദീതീരത്ത് ഈ പ്രവാചകൻ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഭയങ്കര തീക്ഷ്ണതയുള്ള ആളാണ്. അതായത് ഒരു സാധാരണ ഒരു പുരോഹിതൻ്റെ ഒരു ക്വാളിറ്റി അല്ല ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിനുള്ളത് ഭയങ്കരമായ ആഗ്രഹങ്ങൾ. കർത്താവിൻ്റെ സഭ പണിയുവാൻ, കർത്താവിൻ്റെ ചർച്ച് പണിയുവാൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് ഒരു സാധാരണ പുരോഹിതൻ്റെ ഹൃദയത്തിൽ ഉള്ളതിനേക്കാൾ ആഴമേറിയ തീക്ഷ്ണതയുള്ള ഈ ഒരു മനുഷ്യൻ ഈ നദീതീരത്തിരിക്കുമ്പോൾ അവിടേക്ക് ആരിറങ്ങി വരുന്നു? പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവ് ഇറങ്ങി വരുന്നൊക്കെ പറയുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ മേലും ആ ആത്മാവ് ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം, ഒരു അഭിഷേകം ഞങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് നമ്മളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രവാചകന്റെ അടുത്തേക്ക്, പ്രവാചകനല്ല ഈ പുരോഹിതന്റെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹത്തെ പ്രവാചകനാക്കുന്നത്. ഹല്ലേലൂയ. ഇറങ്ങി വരുമ്പോൾ എസെക്കിയേലിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം അവിടെ പറയുന്നു, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ഹല്ലേലൂയ. അവിടെ നിൽക്കട്ടെ. എസെക്കിയേൽ പ്രവാചകനോട് പറയാം, ഇപ്പോൾ കർത്താവാണല്ലോ അങ്ങയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ഇവിടെ നിൽക്കുക. ഇവിടെ എന്താണ് അവസ്ഥ? അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വര. ഹല്ലേലൂയ. ഇദ്ദേഹം എവിടെയായിരുന്നു? ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? പ്രാർത്ഥിക്കുന്ന ആള്, ദൈവത്തോട് സ്നേഹമുള്ള ആള്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള്. പക്ഷെ ഇദ്ദേഹം നല്ലൊരു ആനന്ദമായ ഒരു സമയത്ത്, സന്തോഷിക്കാവുന്ന ഹാപ്പി മൂഡിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ പ്രവാചകനെ കർത്താവ് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. എവിടേക്കാണ്? അസ്ഥികൾ നിറഞ്ഞ താഴ്വര. ആ താഴ്വര എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. ഹല്ലേലൂയ. വലിയ സുഖമുള്ള സ്ഥലമല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനാ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എസെക്കിയേൽ പ്രവാചക, അങ്ങ് ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയും, മരുഭൂമിയിലെ ചൂട് 50 ഡിഗ്രി 45 ഡിഗ്രി ചൂടാണ്. ഇദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലം നല്ല കുളിർമയുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. ഇതാണ് ആദ്യത്തെ നമ്മുടെ അവസ്ഥ. ഹല്ലേലൂയ. നല്ല കുളിർമയുള്ള സ്ഥലം, സന്തോഷമുള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് ഈ മകൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ മകൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നോടുള്ള തീക്ഷ്ണതയാൽ ഇവൻ്റെ ഹൃദയം ജ്വലിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഇവനെ ഞാനൊന്ന് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാൻ എൻ്റെ കൂടെ ഒന്ന് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എവിടെയാ ചെന്നെന്ന്? അസ്ഥികൾ നിറഞ്ഞ സ്ഥലം. അവിടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അവിടെ കരയും, ഞാൻ അവിടെ പരാതി പറയും, ഞാൻ അവിടെ ദുഃഖങ്ങൾ പറയും, ഞാൻ അവിടെ നിലവിളിക്കും. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ ഇതല്ലേ സംഭവിക്കുന്നത്. നമുക്കൊരു ക്ലേശങ്ങൾ വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ, നമുക്കൊരു വേദന വന്നാൽ, നമ്മുടെ സാമ്പത്തിക ക്രൈസിസ് വന്നാൽ, നമ്മൾ എക്സാം പാസ്സായില്ലെങ്കിൽ, കുടുംബത്ത് മക്കൾ കലഹങ്ങൾ ഉണ്ടായാൽ, സമാധാനത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ടാൽ നമ്മൾ പ്രശ്നമുണ്ടാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവിൻ്റെ മൂവ്മെൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ കരം ചലിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരു ആത്മീയന് ശക്തനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അസ്ഥിത്താഴ്വര എന്ന് പറഞ്ഞാൽ നമുക്ക് ഭിന്നതയുണ്ടാക്കാം, വഴക്കുണ്ടാക്കുന്ന സുഹൃത്തുക്കളുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയുണ്ടാകാം, പിണക്കങ്ങളുണ്ടാകാം. ഇതെല്ലാം ഈ വകുപ്പിൽ പെടും. വിശ്വാസം തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടാകാം, നിരാശയുണ്ടാകാം. അപ്പോഴെല്ലാം എന്താണ്, നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഒന്നാമത്തെ പരീക്ഷണം എസെക്കിയേലിനോട് ചോദിച്ചാൽ, എസെക്കിയേൽ പ്രവാചക, അങ്ങ് ഇപ്പോൾ ഈ അസ്ഥിത്താഴ്വരയിൽ കുറച്ചു നേരം നിൽക്ക്, അവിടെ നിന്നിട്ട് ഈ അസ്ഥികളുടെ താഴ്വരയെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടൊന്ന് മനസ്സിലാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഹല്ലേലൂയ. നല്ല ചൂടുള്ള സമയമാണ്, അദ്ദേഹം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നേരെ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 4:1. ഹല്ലേലൂയ. അവിടെ 4:1 നമുക്കറിയാം. 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എവിടേക്ക് പോകുന്നു? മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയൻ്റെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധാത്മാവ്. അവിടെ 1-ാമത്തെ വാക്യം പറയുന്നു, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു എവിടെയാണ് നിൽക്കുന്നത്? അല്ലല്ല, യേശു ഇപ്പോൾ എവിടെയാണ് നിന്നിരുന്നത്? ജോർദാൻ എവിടെയാണ്? നല്ല നദിക്കര, നല്ല ശാന്തമായ പനിനീർ പുഴ പോലെ ഒഴുകുന്ന കുളിർമയുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു നദിക്കരയാണ്. ഹല്ലേലൂയ. നല്ല സന്തോഷമാണ് ഈശോയ്ക്ക്, ഒരു കുഴപ്പവുമില്ല. ഈശോ യോഹന്നാൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ കുളിർമയുള്ള പ്രസംഗം, മൂർച്ചയുള്ള പ്രസംഗം, ശക്തിയുള്ള പ്രസംഗം, ആത്മാക്കളെ വേർതിരിക്കുന്ന പ്രസംഗം, ഭാവികൾ മാനസാന്തരപ്പെടുന്ന ഇങ്ങനെ മൂർച്ചയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളുടെ പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഹല്ലേലൂയ. യേശു വിചാരിച്ചു, എനിക്ക് മുമ്പേ പോകുന്നവനല്ലേ, ഇവൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം, ഇവനെ ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് നദിക്കരയിലേക്ക് കടന്നു വന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നദിക്കര നല്ല അവസ്ഥയാണ്. ഹല്ലേലൂയ. അങ്ങനെയൊന്നും പരിശുദ്ധാത്മാവ് ഈശോയെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈശോ എന്തിനാൽ നിറഞ്ഞു? ഈശോ ആത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കുഞ്ഞുമക്കളെ, വചനത്തിൻ്റെ ആഴങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, ഒത്തിരി സൗണ്ട് ഉണ്ടോ? അല്ല, ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞാൽ ശക്തനാണ്. ഹല്ലേലൂയ. കൈവീശിയാൽ ജനങ്ങൾ വീഴും. ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായ ആ ഒരു ശക്തിയും അഭിഷേകവും തേജസ്സൊക്കെ ഉണ്ടാകാം. എന്നാൽ യേശു ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ അവിടെ പ്രകൃതിക്ക്? ആരെങ്കിലും രോഗികൾ സൗഖ്യമായോ? പറ. ആർക്കും ഒന്നും സംഭവിച്ചില്ല. യേശു സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷെ എന്തുണ്ട്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മളിലെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് അത്ഭുതം നടക്കണം, നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് നടക്കണം, എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. ഇപ്പോ ശാന്തമായി നിന്ന മനുഷ്യനാണ് എസെക്കിയേൽ പ്രവാചകൻ, അല്ലേ? ഒരു കുഴപ്പവുമില്ല, മര്യാദക്കാരനായിട്ട് സ്വസ്ഥമായിട്ട് ആ തടാകത്തിൻ്റെ, കേബാർ നദീ തടാകത്തിൽ ഇരുന്ന മനുഷ്യനാണ്. പൊക്കിയെടുത്തുകൊണ്ട് എവിടെ കൊണ്ട് നിർത്തി? അസ്ഥികളുടെ താഴ്വരയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വലിയ സുഖമുള്ള. അപ്പോൾ ദൈവാത്മാവ് നമ്മളെ പലപ്പോഴും മൂവ്മെന്റ് ചെയ്യുന്നത്, നടത്തിക്കൊണ്ട് പോകുന്ന വഴികളെ നമുക്ക് തിരിച്ചറിയാനുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ നിർത്തി. നല്ലവണ്ണം 30 വയസ്സ് വരെ, അല്ലെങ്കിൽ 30 വയസ്സ് വരെ ഈശോ അമ്മയുടെ കൂടെ നല്ല ഭക്ഷണം കഴിച്ചു, പ്രാർത്ഥിച്ച്, എല്ലാം ചർച്ചിലൊക്കെ പോയി വചനമൊക്കെ വായിച്ച് ഒരുപാട് ശക്തിയോടെ വന്ന ഈ യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മരുഭൂമിയിലാണ്. ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. നമ്മൾ ആ സമയത്ത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ
തിരിച്ചറിയാനായിട്ട് പറ്റണം. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. ഇതാണ് എൻ്റെ സമയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടണം. നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്, പരാതി പറയരുത്. ഇതെന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരോളിനറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കരോളിൻ ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ആ അവസ്ഥ കരോളിനെ ഞെരുക്കാൻ വന്നതല്ല, പ്രശ്നങ്ങൾ തകർക്കാൻ വന്നതല്ല, അല്ല. അവിടെ ചില കാര്യങ്ങൾ കരോളിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ചെയ്തപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശു അവിടെ ആഗ്രഹിച്ചെന്താ? യേശുവിലൂടെ പിതാവ് ആഗ്രഹിച്ചത് മരുഭൂമിയിൽ പൂർവ്വപിതാക്കന്മാർ പെട്ടുപോയ മരുഭൂമി. ശരിയാണല്ലോ. പൂർവ്വപിതാക്കന്മാർ 40 വർഷം പരീക്ഷിച്ച് നടന്ന് തകർന്നു പോയ മരുഭൂമി. ആ മരുഭൂമിയെ പുത്രൻ ജയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ മരുഭൂമിയെ പുത്രൻ ജയിച്ചാൽ മാത്രമാണ് വാഗ്ദത്തമായ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടം തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെയാണ് യേശു ക്രിസ്തുവിന് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നത്. കാൽവരിയേക്കാൾ വലിയൊരു യുദ്ധമാണ് മരുഭൂമിയിൽ ഇവനുമായിട്ടുള്ള ഒരു യുദ്ധം. ഹല്ലേലൂയ. വചനം പറഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിൽ ക്രിസ്തുനാഥൻ അവനെ പരാജയപ്പെടുത്താണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ വചനം പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ജയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മളവിടെ പരാജയപ്പെടുന്നു. എന്തിനിങ്ങനെ വചനം പറയുന്നു, എന്തിനിങ്ങനെ വചനം പ്രസംഗിക്കുന്നു, ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു നിരാശ ബോധം, ദുഃഖമെല്ലാം പിശാച് നമ്മുടെ ഉള്ളിലേക്ക് ഇടുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആയുധമാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമുക്ക് നോക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശിഷ്യന്മാർ ഒന്ന് വായിക്കാമോ? അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു എവിടേക്ക് യേശു എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ യുദ്ധം കഴിഞ്ഞു. ആരുടെ യുദ്ധം കഴിഞ്ഞു? യേശു ക്രിസ്തുവിൻ്റെ യുദ്ധം കഴിഞ്ഞു. ഇനി യുദ്ധത്തിന് പോകേണ്ടതാരാ? ഇനിയുള്ളത് ശിഷ്യന്മാരാ. ഇവറ്റകളെ ഒന്ന് കൊണ്ട് കളരി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. യേശു എന്ത് ചെയ്തു? വള്ളമുണ്ട്, വഞ്ചിയിൽ കയറി യേശു സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ ഇരുന്നൊന്നും മക്കറിയത്തില്ല. യേശു സുഖമായി കിടന്നുറങ്ങി. വള്ളം തുഴയുന്നത് ആരാണ്? ശിഷ്യന്മാരാണ്. 12 പേരും ഉണ്ടാവുമെന്ന് വിചാരിക്കും. എന്നാൽ ഇവരെല്ലാവരും പോകുമ്പോൾ ഇവരുടെ യാത്രയിൽ എന്താ? സുഖമായി കർത്താവിനോട് കഥ പറഞ്ഞ് അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇവരെന്താ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കാറ്റ്. ഹല്ലേലൂയ. പെട്ടെന്നൊരു കൊടുങ്കാറ്റ്, പെട്ടെന്നൊരു കോളിളക്കം. അതിവരെ ഭയത്തിലേക്കാണ് കൊണ്ടുപോയത്. ഹല്ലേലൂയ. കാരണം ഇവർ കർത്താവിൻ്റെ വചനം കേട്ട് ശക്തന്മാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കും ഒരു പരീക്ഷണം. ഹല്ലേലൂയ, പരീക്ഷണം. ഹല്ലേലൂയ. ഇവരുടെ യാത്രയെ തടയണം. ഇവർ മുന്നോട്ടുള്ള യാത്രയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ചിലപ്പോഴെല്ലാം പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടാകുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് വിചാരിക്കാത്തൊരു രോഗം വരുന്നു, പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, പെട്ടെന്നൊരു സാമ്പത്തിക ക്രൈസിസ്, പെട്ടെന്ന് നമ്മുടെ ജോലി പോകുന്നു, പെട്ടെന്ന് കുഞ്ഞുങ്ങളിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ആ സമയത്ത് ശിഷ്യന്മാർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ തലമെല്ലാം അവർ മറന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും പരീക്ഷണം വരുമ്പോൾ, ഞാനും നിങ്ങളും ഒരു രോഗം വരുമ്പോൾ, ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ അവിടെ മറന്നുപോകും. ഹല്ലേലൂയ. കർത്താവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ശിഷ്യന്മാർ കർത്താവിനെ തട്ടുണിയർത്തിയപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ ചോദിച്ചേട്ടാ? ഇവിടെ കർത്താവ് എന്താ പറഞ്ഞ ശിഷ്യന്മാരോട്? അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഇതാണ് നമ്മുടെ അവസ്ഥ. പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭയപ്പെടും, ക്രൈസിസ് വന്നാൽ നമ്മൾ ഭയപ്പെടും, രോഗം വന്നാൽ നമ്മൾ ഭയപ്പെടും. അവിടെ എന്താണ്? ഞാനാണ് ഈ കാറ്റിനെയും കോളിനെയും ജയിക്കേണ്ടവൻ. എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോകുക. പക്ഷെ എൻ്റെ അതരത്തിൽ നിന്ന് ഒരു ദൈവവചനം പോലും
പുറപ്പെട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അതരത്തിൽ നിന്ന് ഇത്രയും പഠിപ്പിച്ചിട്ടും കണ്ടിട്ടും എന്നാൽ ഗുരുവിടെ കിടക്കട്ടെ, നമുക്ക് കിട്ടിയൊരു അവസരമാണ്, ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് നോക്കി വിചാരിച്ചിട്ട് ഒരു വചനം പോലും ആ കാറ്റിനെതിരെയോ ആ പ്രതിസന്ധിക്കെതിരെയോ അവർ പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ പത്രോസ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കും, യോഹന്നാൻ എഴുന്നേറ്റ് അല്ലെങ്കിൽ ആ പ്രകൃതിയിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കും, മോശ ചെങ്കടലിനെ, അതൊക്കെ അവർക്കറിയാലോ, മോശ ചെങ്കടൽ വിഭജിച്ചു, ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഇവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഈ കർത്താവ് മിണ്ടാതിരിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ പ്രിയരെ, കർത്താവ് ആഗ്രഹിക്കുന്നു, എൻ്റെ മോൾ ഇപ്പം യുദ്ധം ചെയ്യും, എൻ്റെ മകൻ ഇപ്പോൾ വാളെടുക്കും, എൻ്റെ മകൻ ഇപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രാർത്ഥിക്കും. ഇല്ല, നമ്മളവിടെ എന്ത് ചെയ്തു? കരഞ്ഞു. ഹല്ലേലൂയ, കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ശാസിക്കുന്ന, അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം ഇതുവരെയും ഒരു അണുപോലും കൂടിയിട്ടില്ല, നിങ്ങൾക്ക് അല്പം മാത്രമേ വിശ്വാസമുള്ളൂ, ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമില്ല എന്നുള്ള ഒരു ഉപദേശത്തെ കർത്താവ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആത്മീയത. ഒരു പ്രശ്നം വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ, ഞാനടക്കതാ, ഇങ്ങനെ നമ്മളെല്ലാം തകർന്നു പോകും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തകർന്നു പോകണമെന്നല്ല, നമ്മളവിടെ ശക്തി പ്രാപിക്കണമെന്നാണ്. നമ്മളവിടെ ബലപ്പിടിച്ച് ദൈവവുമായിട്ടുള്ള യാക്കോബ് മൽപ്പിടിച്ചതുപോലെ നമ്മളവിടെ സ്വർഗം തുറക്കുവാൻ തക്ക വിധത്തിൽ നമ്മളവിടെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ശരണപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എസെക്കിയേൽ പ്രവാചകൻ എന്താ ചെയ്യണമെന്നൊന്ന് ചോദിക്കാം. ഹല്ലേലൂയ. കുറേ നേരമായി അദ്ദേഹം അവിടെ പോയിട്ട്, അപ്പോൾ അവിടെ ഒന്നും കൂടി വായിച്ചേ. 1 കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. 2ാമത്തെ വാക്യം പറയുന്നു, അവിടം തന്നെ അവയുടെ ചുറ്റും നടത്തി, അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിയിരുന്നു. കർത്താവ് പറയുന്നു കർത്താവ് ആ അസ്ഥികളുടെ ചുറ്റുമൊന്ന് നടത്തി. ഹല്ലേലൂയ. അത് വളരെ അധികമുണ്ടായിരുന്നു. അവർ ഒരു കാലഘട്ടത്ത് ജീവിച്ചിരുന്നവരാണ്. ഒരു കാലഘട്ടത്ത് അവർ ശക്തമായി ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. ഒരുപക്ഷെ സൈന്യത്തിലുള്ളവരായിരുന്നു, കർത്താവിൻ്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ അവരവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അസ്ഥികളായി. അത് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചിന്തിച്ചാൽ ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയുള്ള അന്തരീക്ഷത്തിലേക്കായി. ഹല്ലേലൂയ. അവിടെ എസെക്കിയേലിനോട് ചോദിക്കുന്നു, ഈ അസ്ഥി ഒന്ന് എടുത്തു നോക്കിയാൽ ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നീ നോക്ക്, ഇതിൻ്റെ അവസ്ഥ എന്താ? ചൂടേറ്റ് കിടക്കുന്ന അസ്ഥി, ഇനി ഇതിലേക്കൊരു ജീവൻ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെയാണ്, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കിനി ജയിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ തന്നെ പോകുള്ളൂ, ഈ രോഗം മാറത്തില്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മളെല്ലാം കടന്നു പോകും. ഹല്ലേലൂയ. അവിടെ എസെക്കിയേലിനോട് പറയുകയാണ്, അവിടെ തന്നെ അവയുടെ ചുറ്റും നടത്തി, അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് എസെക്കിയേൽ പ്രവാചകന് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ഉണക്കം, ഇങ്ങനെയുള്ളൊരു വളർച്ച, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അവിടെയൊന്നും നമ്മൾ തകർന്നു പോകരുതെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ മൈക്കിൽ? 3ാമത്തെ വാക്യം. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുക. അപ്പോൾ ഇവിടെ കർത്താവ് 3ാമത്തെ വാക്യം പറഞ്ഞു, അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഹല്ലേലൂയ. ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഈ അസ്ഥികളെ ഇനി ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കാൻ പറ്റുമോ? ഇവയിലേക്ക് ജീവൻ കടന്നു വരുമോ? ഹല്ലേലൂയ. ഇതിലേക്ക് ജീവൻ കടന്നു വരുമോ? അപ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ടാണ് പ്രവാചകനോട് ചോദിക്കുന്നതെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടെ നിന്ന് കർത്താവ് 4ാമത്തെ വാക്യം വരുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട പദമാണ്, നമ്മളുടെ ലൈഫിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട വാക്യമാണ്. അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. കണ്ടോ? നീ പ്രവചിക്കുക, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, ഈ കാറ്റിനോട്
നീ സംസാരിക്കുക. ഈ ജീവിതത്തിൻ്റെ ഈ ബുദ്ധിമുട്ടിനോട് നീ സംസാരിക്കുക. ഈ സാമ്പത്തിക ക്രൈസിസിനോട് നീ പ്രവചിക്കുക. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോട് നീ പ്രവചിക്കുക. എൻ്റെ രോഗത്തോട് നീ പ്രവചിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് കർത്താവ് പറയാണ് നീ പ്രവചിക്കുക. അങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കെവിടെ പ്രവചനം അറിയാനാ? ഹല്ലേലൂയ. എനിക്കെവിടെ പ്രവചനം അറിയാൻ? ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, ഇന്നലെ തുടങ്ങി പ്രാർത്ഥിക്കും എന്നോട് പ്രവചിക്കാൻ. ഞാൻ എന്ത് പ്രവചിക്കാനാ? ഹല്ലേലൂയ. ഞാൻ എന്താ ഈ പ്രവചിക്കണേ? നമ്മുടെയൊക്കെ ധാരണയിൽ പ്രവചനം എന്ന് പറഞ്ഞ ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ധാരണയിൽ പ്രവചനം എന്ന് പറഞ്ഞ ഭാവി പറയുന്നതാ. ഹല്ലേലൂയ. സിസ്റ്റർ പേടിക്കൊന്നും വേണ്ട, അടുത്ത ആഴ്ച ജോലി കിട്ടും കേട്ടോ, ആ ഇൻ്റർവ്യൂ പാസ്സാവും. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെയാണ് പ്രവചനം. കർത്താവ് പറഞ്ഞു എടാ അതൊന്നല്ല പ്രവചനം. ഹല്ലേലൂയ. എടാ പ്രവചനം എന്ന് പറയുന്നത് നീ പ്രവചിക്കുക. എന്ത് പ്രവചിക്കണം? കർത്താവ് അതൊക്കെ അവിടെ നിന്ന് പറയുന്നു. അവിടെ നിന്ന് എന്നോട് വിളിച്ചത് ഈ അസ്ഥികളോടാണ് നീ പ്രവചിക്കേണ്ടത്, ഈ അവസ്ഥയോടാണ് നീ പ്രവചിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രതിസന്ധിയോടാണ് നീ പ്രവചിക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് മോശ പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ മോശ കുത്തിരുന്ന് കരയാ, ചെങ്കടലിന്റെ മുമ്പിൽ വന്നിട്ട് മോശ മോങ്ങ അവിടെ ഇരുന്നിട്ട്. കർത്താവ് ചേടാ നീ എന്നെ ഇവിടെ നിന്നിട്ട് കരയണേ? ഹല്ലേലൂയ. നീ ഒരു അഭിഷിക്തനാ, നീ കരയനാ, നീ 20 ലക്ഷം പേരെ മുന്നോട്ട് നയിക്കാൻ വിളിക്കപ്പെട്ട നേതാവാ, നീ എൻ്റെ മുന്നിൽ കുത്തിരുന്ന് കരയുന്നു? നിനക്ക് ഞാൻ ഒരു അധികാരം തന്നിട്ടുണ്ട്, ആ അധികാരത്തെ നീ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പറയുന്നു അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഹല്ലേലൂയ. നമ്മൾ എന്താ ഈ അസ്ഥികളോട് പറയേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയോട് എന്താ പറയേണ്ടത്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റൊക്കെ വേദന. അപ്പം ഞാൻ പറഞ്ഞു കാലേ കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കുക. ഒരു വചനം പറയണം നമ്മൾ. എന്താണ് വചനം അവിടേക്ക് പറയേണ്ടത്? എന്താണ് ഈ കൈയിനോട് വചനം പറയേണ്ടത്? ഈ കൈ ആക്സിഡൻറ്റ് പറ്റി, നിങ്ങൾക്ക് പറഞ്ഞല്ലോ ആക്സിഡൻറ്റ് പറ്റി, എല്ലാവരും വിചാരിച്ചു. ഇന്നും എന്നോട് പറയാം ഇത് മൊത്തം എല്ലൊക്കെ മൊത്തം ഒടിഞ്ഞ് തകർന്ന് തരിപ്പണായിന്ന അവരൊക്കെ വിചാരിച്ചിരുന്നു. ഹല്ലേലൂയ. മൊത്തം നീര് വന്ന് വീർത്തു. നീര് വന്നാലേ പറയും, നിങ്ങൾക്കെല്ലാം പറയും, നിങ്ങൾ പറയും എന്താണ് ഒടിഞ്ഞു എന്ന്. ഹല്ലേലൂയ. ഇത് മൊത്തം ഗ്ലൗസൊക്കെ കീറി കണ്ടാലേ ഞാൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുപോകണ്ടെന്ന് അവർ വിചാരിച്ചു വിൻസെന്റിന്റെ ലൈഫ് തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും വിചാരിച്ചു കർത്താവേ ഇത് തീർന്നു. ഹല്ലേലൂയ. പെട്ടെന്ന്. കാരണം എന്താണ്, എൻ്റെ കൈ പോയി, ഞാൻ കണ്ടുകൊണ്ടിരിക്കണം, ഫോർക്ക് ലിഫ്റ്റ് എൻ്റെ കൈമ കയറി ഇരിക്കുക. അവൻ പാനിക്കാ, ഇത് എങ്ങോട്ട് എടുക്കേണ്ടതെന്ന് അവൻ അറിയത്തില്ല. ഈ ലോഡ് മുഴുവൻ എൻ്റെ കൈമ കയറി ടയറിൻ്റെ അടി കയറി ഇരിക്കുക. എൻ്റെ കൈ ഇത്രയും വലിയ ഫോർക്ക് ലിഫ്റ്റ് അവൻ പൈപ്പും കയറ്റി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൈമ കയറിയിരിക്കുമ്പോൾ അവൻ പാനിക്ക, എൻ്റെ കൈമ കയറ്റി വെച്ചിട്ട് അവൻ ഇരിക്കണേ. അപ്പോൾ അവനോട് പറയാ എടാ നീ ബാക്കിലേക്ക് എടുക്കുക. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അടിക്ക് എടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വണ്ടി പുറകിലെടുത്തപ്പോൾ എൻ്റെ കൈ വലിച്ചെടുക്കാൻ പറ്റി. ഹല്ലേലൂയ. എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊന്നും കൊള്ളത്തില്ല, ഇതതുപോലെയായി. പക്ഷേ ഞാൻ കൈ താങ്ങി പിടിച്ച് കൊണ്ടുപോയി, എൻ്റെ കൈ താങ്ങി ഞാൻ തന്നെ താങ്ങി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കർത്താവിനോട് ആ ദിവസങ്ങളിൽ എനിക്ക് തന്ന വചനങ്ങളൊക്കെ ഞാൻ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. വണ്ടിയിൽ പോകുമ്പോൾ ഈ വചനം, അസ്ഥികളെ നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മ ഇത്ര ചെയ്താൽ മതി. ഞാനിത് പറഞ്ഞ് പകുതി എത്തുമ്പോഴത്തേനും എൻ്റെ കൈക്ക് നീര് പറ്റാൻ തുടങ്ങി, എൻ്റെ കൈ ചലിക്കാൻ തുടങ്ങി, എൻ്റെ കൈക്ക് ഇങ്ങനെയൊക്കെ ബലം പിടിക്കാനായിട്ട് പറ്റി. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതം. നിന്റെ ഉള്ളിൽ ഒരു വചനത്തെ ദൈവം നിനക്ക് പ്രഭാതത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അന്ന് നീ പോരാടാനുള്ള, അന്ന് നിനക്ക് നേരിടാനുള്ള, ആ പ്രതിസന്ധിയെ ജയിക്കാൻ നിന്റെ പ്രാർത്ഥന ആ വചനമായിരിക്കും നിന്നെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ വചനം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഏത് അവസ്ഥയാണോ ആ അവസ്ഥയോട് നമ്മൾ വചനത്തിൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഹല്ലേലൂയ. അവിടെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. ഈ കൈയിനെ കർത്താവ് അങ്ങനെ സുഖപ്പെട്ടത് അവരെല്ലാം വിചാരിച്ചു കൈയെല്ലാം ഒടിഞ്ഞ് തകർന്നെന്ന് അവർ വിചാരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനറിയാം ഈ കൈ ആവശ്യമുണ്ട്, മൈക്കൊക്കെ പിടിക്കേണ്ടതാ. ഹല്ലേലൂയ. 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 അപ്പോൾ ഇവിടെ അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഏതൊരവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇത് ഉപയോഗിച്ചാൽ മതി, ഈ ഒരു ഉപയോഗം ചെയ്താൽ മതി എന്ന് നീ ശ്രവിക്കുവിനെന്ന് അവയോട് നീ പറയുക. അവയോട്, ആരോട് പറയണം? അസ്ഥികളോട്, അവയോട് നീ പറയണം. അസ്ഥിയെ ഈ അവസ്ഥയിൽ നീ ഈ കർത്താവിൻ്റെ വചനക്കായി, രോഗമേ ഈ കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കാം. ഇപ്പോൾ സ്കൂൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർമാരെന്താ ഒന്ന് ഉറങ്ങിയിരുന്ന തട്ടത്തില്ലേ? അപ്പോൾ ആ കൊച്ചൊന്ന് ഉണർന്നു, ആ നേരത്തെ ടീച്ചർ എന്ത് പറയുന്നു അത് മണ്ടേ കയറി. ഉറങ്ങിയിരുന്നു കഴിഞ്ഞാൽ ആ വചനം കിട്ടുമോ? അല്ലെങ്കിൽ ആ പറയുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നതുപോലെ കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് പറ, ആ രോഗത്തോട്, ആ അവസ്ഥയോട് നീ കർത്താവിൻ്റെ വചനം പറ. ഇത് നമ്മൾ പറയുന്നില്ല, സത്യല്ലേ ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച കാര്യം പറഞ്ഞത്, ഇന്ന് കർത്താവ് തന്ന കുറേ കൂടിയുള്ള വെളിപാട് തരുന്നത്. അപ്പോൾ നമ്മളിത് പറയാൻ പ്രാക്ടീസ് ചെയ്ത ഒരു പിശാചിനും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്തേക്ക് രോഗമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളതിനെ യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കേണ്ടത്. 40 ദിവസം പരിശുദ്ധ യേശുക്രിസ്തു പട്ടിണി കിടന്നെങ്കിൽ അതൊരു യുദ്ധമായിരുന്നു. ആ കർത്താവിന് ആ നേരത്തെ വിശക്കുന്നുണ്ടായിരുന്നു, ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും കർത്താവ് തളർന്നു പോകുക, നശിച്ചു പോകുകയല്ല. കർത്താവ് അതിനെ ജയിക്കാനായിട്ടുള്ള ഒരു ശക്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് തുടർന്ന് വായിച്ചേ, 5 വായിച്ചേ. ദൈവ കർത്താവ് അസ്ഥികളോട്, ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിഷേധിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. അവിടെ നിൽക്കട്ടെ. അപ്പോ ദൈവം പറയുന്നത് ഇതെല്ലാം ഈ വചനത്തിലൂടെ കർത്താവ് പറയുന്നു, ഏത് അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്, ഏത് പ്രശ്നമാണ് എനിക്കുള്ളത്, ആ അവസ്ഥയിൽ ഞാൻ ഈ വചനം അയക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളിൽ നിനക്കാവശ്യമായിട്ടുള്ള ഞരമ്പുണ്ട്, നിനക്കാവശ്യമായിട്ടുള്ള മാംസമുണ്ട്, നിനക്കാവശ്യമായിട്ടുള്ള ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളിൽ നിനക്ക് വേണ്ടിയിട്ടുള്ള സൗഖ്യങ്ങൾ, നിനക്ക് വേണ്ടിയിട്ടുള്ള ഹീലിങ്ങുകൾ, നിനക്കാവശ്യമായ സാധനങ്ങൾ ആ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമുക്കാവശ്യമായത് ദൈവം ഈ വചനത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, നിങ്ങളുടെ ദുഃഖം മാറും, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ നല്ലതുപോലെ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് തരുന്ന മറുപടി. 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിലേക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരണേ. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി എന്താ വന്നേ? ഈ പ്രതിസന്ധി എന്തിനാ വന്നേ? ഞാനാണ് കർത്താവ് നീ അറിയാൻ വേണ്ടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന പ്രതിസന്ധി. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയെ ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞാൻ അതിന് ജയിക്കും. അപ്പോൾ നീ അറിയും, ഓ കർത്താവേ അങ്ങാണോ ഇത് നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം, വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയത്? എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? അതെല്ലാം വേർപെടുത്തേണ്ടതിന് വേർപെടുത്തുവാനും കൂട്ടിച്ചേർക്കേണ്ടതിന് കൂട്ടിച്ചേർക്കുവാനും വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് അത്രയും ശക്തിയുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. തുടർന്ന് ഞാൻ പ്രവചനത്തിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ഹല്ലേലൂയ. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഏ മനുഷ്യപുത്ര. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ കേട്ടോ. ഏ മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് നീ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായ്ക്കളിൽ നിന്നും വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടി ഞാൻ വചനത്തിലേക്ക് വരികയാണ്. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. എവിടെയാണ് ജീവശ്വാസം നിൽക്കുന്നത്? ഹല്ലേലൂയ. എവിടെയാണ് ജീവശ്വാസം നിൽക്കുന്നത്? നമുക്ക് ചുറ്റും ജീവശ്വാസമുണ്ട്. എൻ്റെ ഒരു പ്രവചനം കേൾക്കാൻ, എൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ ജീവശ്വാസം
ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സകല സജ്ജീകരണങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യപുത്ര, നീ പ്രവചിക്കുക. ഏതവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, ആ അവസ്ഥയോട് പ്രവചിക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ അന്തരീക്ഷത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. അതെവിടെയുണ്ട്? വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അത് അന്തരീക്ഷത്തിൽ ഈ ജീവശ്വാസം നിൽക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കളിമണ്ണ് കുഴച്ചു. ഹല്ലേലൂയ. കളിമണ്ണ് കുഴച്ചു. ഒരു ജീവനുമില്ലാത്ത ഒരു രൂപം കർത്താവ് ഉണ്ടാക്കി. എന്ത് പകർന്നു കർത്താവ്? ഈ അസ്ഥികൾക്ക് മാംസം വെച്ച് കൊടുത്തു, ഞരമ്പുകൾ വെച്ച് കൊടുത്തു, അതിന് സൗന്ദര്യമുള്ളൊരു ബോഡി പോലെയാക്കി. പക്ഷേ ജീവനില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞു പ്രവാചകനോട്? അന്ന് നിന്റെ ആവശ്യം എനിക്കില്ല. ഉൽപ്പത്തിയിൽ എനിക്ക് നിന്റെ ആവശ്യമില്ല. എൻ്റെ ഉള്ളിലുണ്ട് ജീവശ്വാസം. അത് ഞാൻ പകർന്നു കൊടുത്തുകൊണ്ട് അത് ഞാൻ അതിലേക്ക് പകർന്നു. നീ ഒരു മനുഷ്യനായി. ഇന്ന് നിന്നെപ്പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരുണ്ട്. എനിക്ക് അവരെ മതി. ഹല്ലേലൂയ. എനിക്ക് അവരെ മതി. അതുകൊണ്ട് ജീവശ്വാസം, കർത്താവിൻ്റെ ജീവശ്വാസം ഈ പ്രകൃതി മുഴുവൻ. ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവശ്വാസം നിങ്ങൾ ശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവശ്വാസം ശ്വസിക്കുന്നേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ കൽപ്പിക്കുന്നില്ല, നമ്മൾ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ പറയുന്നില്ല, നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്ര, നീ ജീവശ്വാസത്തോട് പ്രവചിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു, മനുഷ്യ ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക, ജീവശ്വാസത്തോട് പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ. പ്രവാചകൻ പറയുകയാണ്, ജീവശ്വാസമേ, നീ 4 വായ്ക്കളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒറ്റ അധ്യായമായത് ഈ ഒറ്റ പുസ്തക എസെക്കിയേൽ 37-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വരുമ്പോൾ, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഹല്ലേലൂയ. അവിടുന്ന് പറഞ്ഞതുപോലെ ഞാൻ. ഇതൊക്കെ നമ്മൾക്ക് പറയാൻ, നമ്മൾ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തോട്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഈ വചനം കഴിഞ്ഞ് നമ്മളൊരു പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രവചിക്കണം. നമ്മുടെ രോഗമാണോ, നമ്മുടെ അവസ്ഥയാണോ, ഏത് പ്രതിസന്ധിയാണോ, ഭയമാണോ, ദുഃഖമാണോ, നമ്മളിവിടെ എൻ്റെ നാവിൽ നിന്നൊരു വാക്ക് വീഴാൻ പരിശുദ്ധാത്മാവും പ്രകൃതിയും കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു 10-ാമത്തെ വാക്യം, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. കാത്തു നിൽക്കുക. ഹല്ലേലൂയ. കാത്തു നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നീ ഒന്ന് പറയുമ്പോൾ അവരിലേക്ക് പ്രവേശിക്കാൻ, ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ, നീ ഒന്ന് പറയുന്നത് കേൾക്കാൻ പ്രകൃതിയിലെ ജീവശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവ് കൊതിയോടെ കാത്തുക. നീ പറഞ്ഞാൽ ഞാൻ പ്രവേശിക്കും, നീ പറഞ്ഞാൽ ഞാൻ പ്രവേശിക്കും, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തോട് നീ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. നീയാണ് വാതിൽ. ഹല്ലേലൂയ. നീ പറയുക. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, അവൻ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം വരുമ്പോൾ, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോ ഇനിയുള്ള മൊമെന്റുകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച സിമി. ഞാൻ നിർത്തും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് 13 വായിച്ചേ. 13. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങളറിയും. കർത്താവ് നോക്കിയേ, ഇപ്പോൾ അസ്ഥിത്താഴ്വരയിലാണ് ജീവനെ കൊടുത്തത്. നമ്മളെല്ലാവരും മരിക്കും. ഹല്ലേലൂയ. ഇവിടെ ആരും നിത്യതയിൽ ഈ ഭൂമിയിൽ 200 വർഷം നമുക്ക് തന്ന ആയുസ് നമ്മളിവിടെ ജീവിക്കത്തുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും കല്ലറയിൽ അടക്കപ്പെടും. ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരു കല്ലറയുണ്ട്. 6 അടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഞാനും നിങ്ങളൊക്കെ പോകും. പരിശുദ്ധാത്മാവ് പ്രവാചകനോട് പറയാണ്, അസ്ഥികളെ ഞാൻ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. അസ്ഥികളെ ഞാൻ ജീവിപ്പിച്ചു. ഇനി ഞാൻ കല്ലറകൾ തുറക്കാൻ പോകുന്ന പണിയാണ് ചെയ്യുന്നത്. എന്തിനാ കല്ലറകൾ തുറക്കുന്നത്? ഇനി കർത്താവിനോട് കൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമാണ് അടുത്തത്. ഹല്ലേലൂയ. ഇത് എസെക്കിയേൽ പ്രവാചകനോട് എത്ര കാലം മുമ്പ് പ്രവചിച്ച പ്രവചനം എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. യേശു ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിനൊരു കാലമുണ്ട്, അതിനൊരു സമയമുണ്ട്, അതിനൊരു സെക്കൻഡുണ്ട്. ആ സെക്കൻഡിൽ അത് ജീവനായിട്ട് ആ പ്രവചിച്ച ആ ആളുടെ ശരീരത്തിലേക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ 12 പേരിൽ ഒരാൾ യൂദായെ പുറത്താക്കിയപ്പോൾ മറ്റൊരാൾക്ക് നറക്കിട്ടു. ഹല്ലേലൂയ. ദാവീദിന്റെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്.
12-ാമത്തെ ഒരാളെ നറക്കിട്ട് എടുത്തു എന്ന് ദാവീദ് പ്രവചിച്ചു വെച്ചിരിക്കുക. പെന്തക്കൊസ്ത നാളിൽ പ്രവാചകൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഇതാ ആ മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിലിരിക്കുക. ഏത് 12-ാമത്തെ ഒരാളിരിക്കുന്ന ആ മനുഷ്യൻ ആ കൂട്ടത്തിലിരിക്കുക. അവൻ്റെ മേലെ പരിശുദ്ധാത്മാവ് വന്ന് ഹല്ലേലൂയ പത്രോസ് പ്രസംഗിച്ചു. അവൻ്റെ മേലെ ആ കൂട്ടത്തിൽ അവൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആകയാൽ അവരോട് നീ പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ആരും ഇവിടെ ഇരിക്കാൻ പോകുന്നവരല്ല. കല്ലറകളിൽ നമ്മൾ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്ലറകൾ തുറന്ന് നമ്മൾ പുറത്തു വരും. ഞാൻ വായിക്കാൻ പോവുകയാണ്. അടുത്ത 13 വായിച്ചല്ലോ. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം വരുമ്പോൾ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും എന്ന്. കല്ലറകൾ തുറന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ കർത്താവ് നോക്കി നിൽക്കാണ്. എന്തിന്? എൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കല്ലറ തുറക്കുമ്പോൾ ഞാനാണ് അടക്കപ്പെട്ടിരിക്കുന്നത്. കല്ലറ തുറക്കുമ്പോൾ കർത്താവ് എൻ്റെ മേലേക്ക് കർത്താവിൻ്റെ ആത്മാവിനെ തരുമ്പോൾ ഞാൻ ആ കല്ലറയിൽ നിന്ന് ജീവനോടെ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം വായിക്കും. എസെക്കിയേൽ പ്രവചിച്ച പ്രവചനത്തിന്റെ പൂർത്തീകരണം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27:50 വായിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം. കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. കണ്ടോ, എസെക്കിയേൽ പ്രവാചകൻ എത്ര വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എന്ത്? കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ഈ കല്ലറകൾ തുറക്കും. മനുഷ്യമക്കളുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കല്ലറകൾ തുറക്കും. അവരിലേക്ക് പുതിയ ഒരു ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. വായിച്ചു ചോദിച്ചിട്ട് അടുത്ത വായിച്ചേ. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. കണ്ടോ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഭൂമിയിലായിരിക്കുമ്പോൾ ആരുടെ കല്ലറയാൾ തുറന്നേ? വിശുദ്ധന്മാരുടെ കല്ലറകളാ തുറന്നേ. വിശുദ്ധന്മാർ മരിച്ചെഴുന്നേറ്റ വിശുദ്ധന്മാരുടെ ശരീരത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് പ്രാധാന്യതയുണ്ട്. അത് നിസ്സാരമായി കളയാനുള്ളതല്ല. അത് നിസ്സാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളയാനുള്ളതാണ്. അത് പരിശുദ്ധമായി ജീവിച്ചു തീർക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ജീവിപ്പിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവിനോട് കൂടി നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, ഇത് വർഷങ്ങൾക്ക് എസെക്കിയേൽ പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. ഹല്ലേലൂയ. 53 വായിച്ചേ. അവർ ശവകുടിയിൽ നിന്ന് പുറത്തു വന്ന് എവിടെ പ്രവേശിച്ചു പറയുന്നേ? നിങ്ങൾ ശ്രദ്ധിക്കേ, വിശുദ്ധ നഗരങ്ങളിൽ അവർ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗം. ഹല്ലേലൂയ. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. അവർ വിശുദ്ധ നഗരത്തിലേക്ക് പോയി. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ആ മനുഷ്യൻ ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. വചനം എത്രയോ ആഴമേറിയാണ് പ്രിയരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇതാണ്. നമ്മളിപ്പോൾ അസ്ഥിതാഴ്വരയിലാണെങ്കിലും അവിടേക്ക് കർത്താവിന് കടന്നു വന്ന് നമ്മളെ ജീവിപ്പിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കേട്ട വചനെല്ലാം ഒരു പ്രവചനം പോലെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ഇതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യം വിട്ട് ശാലോം ശുശ്രൂഷ നമുക്കിവിടെ ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. മോർണിംഗ് ഞായറാഴ്ച പ്രാർത്ഥന, എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥന, മൂന്നാമത്തെ ശനിയാഴ്ച പ്രാർത്ഥന, ദൈവം അനുഗ്രഹം. ഇതിലൂടെ എല്ലാം നമുക്ക് റിഫ്ലക്ഷൻ കിട്ടുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകൾ കിട്ടുന്നു. കൂട്ടായ്മയിൽ ഐക്യപ്പെട്ടു നിൽക്കുന്നു. വിശുദ്ധിയുള്ള മക്കളായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കൃപ തരുന്നു. ഹല്ലേലൂയ. ഇതിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം ഏതൊക്കെ നിലയിലാണ് അസ്ഥികൾ താഴ്വര പോലെ ദുഃഖം നിറഞ്ഞതായിട്ടിരിക്കുന്നത്? അങ്ങനെയുണ്ട് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ
അസ്ഥിത്താഴുകരെ പോലെ ജീവനില്ലാത്ത, മരവിച്ച, അല്ലെങ്കിൽ ഡ്രൈ ആയ, നമ്മുടെ ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഒരുപക്ഷെ മക്കളെ ഓർത്താവാം, മാതാപിതാക്കന്മാരെ ഓർത്താകാം, സ്വയം നമ്മളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചാവാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിത്താഴ്വരകളാണ്. കർത്താവ് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയോട് നമുക്ക് പറയാൻ പറ്റണം. ഈ രാത്രിയിൽ കർത്താവിനോട് പറയാൻ പറ്റണം. അസ്ഥിത്താഴ്വരയിലേക്ക് കർത്താവിൻ്റെ ആത്മാവിനെ വീശുവാൻ, ദൈവത്തിൻ്റെ വചനം അയക്കാൻ നമ്മൾ കർത്താവിനോട് പറയണം. എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ നിമിഷം പറ്റുന്നത്? അതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹൃദയം തുറന്നോ. നിങ്ങളുടെ വേദനിക്കുന്ന അസ്ഥിത്താഴ്വര പോലെയുള്ള അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനോട് പറ, അങ്ങയുടെ ജീവനെ വ്യാപരിപ്പിക്കണമേ, അവ ജീവിക്കട്ടെ എന്ന് പറ. കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷീകാര ബാബാ ബാബാ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവ് ചലിക്കട്ടെ. ഷീകീരി ബാബാ ബാബാ, ദൈവമേ അങ്ങയുടെ ആത്മാവ് ചലിക്കണമേ. എസെക്കിയേൽ പ്രവാചകനോട് പ്രവചിച്ചത് കർത്താവേ ക്രൂശ് മരണത്തിൽ വെളിപ്പെട്ടെങ്കിൽ, എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അസ്ഥിത്താഴ്വരയിൽ ജീവനുണ്ടായെങ്കിൽ, ഒരു സൈന്യം എഴുന്നേറ്റെങ്കിൽ, ഞങ്ങളോടും ഇന്ന് പ്രവചിക്കാനാണല്ലോ പറയുന്നത്, ഞങ്ങളോടും വചനം പറയാനാണല്ലോ പറയുന്നത്. കർത്താവേ, ഈ കേട്ട വചനത്തിന്റെ വെളിപാട് അനുസരിച്ച് എൻ്റെ ജീവിതത്തിലുള്ള സകല അസ്ഥിത്താഴ്വരയോടും ഞാനിതാ പ്രവചിക്കുകയാണ്, ഞാനിതാ പ്രവചിക്കുകയാണ്. ഈ രോഗത്തോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിന്റെ ദുഃഖത്തോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിന്റെ വരണ്ട അവസ്ഥയോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ ജോലി മേഖലയോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ എക്സാമിനോട് ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ മക്കളോട് ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. റീകാ ബാബാ ബാബാ ബാബാ, യേശുവിന്റെ ആത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. റീകാ ബാബാ ബാബാ ബാബാ, ആത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഈ അസ്ഥിത്താഴ്വരയിലേക്ക് പറന്നിറങ്ങണമേ കർത്താവേ. ഭയത്തിന്റെ അവസ്ഥ, നിരാശയുടെ അവസ്ഥ, ദുഃഖത്തിന്റെ അവസ്ഥ, ആകുലതയുടെ അവസ്ഥ, വിഷാദത്തിന്റെ അവസ്ഥ, പ്രത്യാശയില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയിലേക്കെല്ലാം ഒരു പ്രത്യാശയുടെ ദൈവത്തിന്റെ സാന്നിധ്യമായി ആത്മാവ് ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പാടിക്കോ. പാവനാത്മാവേ, എല്ലാവരും അന്തരം തുറന്ന് പാടിയേ. എല്ലാ ശൂന്യത പ്രശ്നങ്ങളും മാറട്ടെ, എല്ലാ ദുഃഖവും പോട്ടെ. താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിൽ മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പാടിയേ. ഓ പാവനാത്മാവേ, ശൂന്യത നിറയും താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവ് എസെക്കിയേൽ പ്രവാചകനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയെങ്കിൽ ഒരു ദൗത്യം പൂർത്തിയാക്കാനാണ്, ഒരു മിഷൻ പൂർത്തിയാക്കാനാണ്. നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ഇതുപോലെ വിളിക്കുന്നുണ്ട്, മാടി മാടി വിളിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കുതറിപ്പോകുന്നു, നമ്മൾ വഴുതിപ്പോവുകയാണ്. പിടികൊടുക്കണം പരിശുദ്ധാത്മാവിന്. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. എല്ലാവരും ദാഹത്തോടെ പാടിയേ. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങൾ
ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. എത്ര ദാഹിക്കുന്നുവോ, എത്ര കൊതിക്കുന്നുവോ, അതനുസരിച്ച് പരിശുദ്ധാത്മാവ് എവിടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വീട്ടിലായിക്കോട്ടെ, കൂട്ടായ്മയിലായിക്കോട്ടെ, ദേവാലയത്തിലായിക്കോട്ടെ, ആ ദാഹമാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്, ആ കൊതിയാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്. അവിടെ കാറ്റായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, ഞങ്ങളുടെ ജോലിയുടെ മേൽ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ ആത്മാവ് പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേഘസ്തംഭമായി, ദീപസ്തംഭമായി, അഗ്നിയായി എല്ലാം അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ.